14 ജില്ലകളിലായിട്ടാണ് ഗോത്രസഞ്ചലനം പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇടുക്കി, ഈ തിരുവനന്തപുരം തന്നെ അഗസ്ത്യാർകൂടത്തിലൊക്കെ ഒരു ദിവസം അവിടെ പോയി താമസിച്ചിട്ട്, വനത്തിനുള്ളിൽ പോയി താമസിച്ചിട്ടൊക്കെ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു വന്ന പ്രവർത്തകരൊക്കെയാണ്. വയനാട്, അതുപോലെ തന്നെ പത്തനംതിട്ട, കോന്നി മേഖലകളിലൊക്കെ ഈ ഗോത്രസഞ്ചലനം നടത്തിയിട്ടുണ്ട്. എൻ്റെ 19ാമത് ഘട്ടമാണ്. ഞങ്ങൾ സാധാരണഗതിയിൽ വസ്ത്രവും അരിയും പഠനോപകരണങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെയാണ് എത്തിയിരിക്കുന്നത്. അരിയൊന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ധാരാളം സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടിയുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹകരിക്കാൻ ചെയ്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ സുന്ദർ, രാജേഷ്, ഉദയൻ, സിദ്ധാർത്ഥ് ഒക്കെ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സാണ്. അവരോടൊപ്പം പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ സമാപനമായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഞാനെൻ്റെ കൂടുതലായും ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വപ്നവര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടുകൂടി സ്വപ്നക്കൂടി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഉദ്ഘാടക ശ്രീമതി ശ്രീ ഐഷ പോറ്റിയെ യോഗത്തിലേക്ക് ഞാൻ ആത്മമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണം വിതരണത്തിനായി നമ്മൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീമതി ഷെർലി ഗോപിനാണ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ അദ്ദേഹത്തെ ഈ കൂടുതലായി പരിചയപ്പെടുത്തുന്നതൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് നജീബ് ഖാൻ, തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് തോമസ് അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ജീവമാറിന് യോഗത്തിലേക്ക്. അതുപോലെ ഈ പഞ്ചായത്തിലെ മെമ്പർമാരായിട്ടുള്ള വിജി, മായ, ദീപ, കവിത തുടങ്ങിയ വാർഡ് മെമ്പർമാരുടെ യോഗത്തിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്യുകയാണ്. കടവൂർ സുരേഷ്, കെ തോമസ്, ബിജു വാഴയിൽ തുടങ്ങിയ ജനകീയ നേതാക്കന്മാരോട് എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ 1 മണിക്കൂറുള്ള സിനിമ സംവിധായകനാണ് ഇദ്ദേഹം. ശ്രീ സുഭജൻ യോഗത്തിലേക്ക് അദ്ദേഹത്തെ കായൽപ്പുറം. ഒരു കവിയാണ്, മാധ്യമപ്രവർത്തകനാണ്. ഇതിനകത്തെ 2ാമത്തെ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട പാട്ട് 12 പാടിയ പാട്ടാണ്. ആ പാട്ട് എഴുതിയത് ബഹുമാനപ്പെട്ട